എടുക്കടി മെതിച്ചെടുക്കടി പതിരകച്ചടി പൊലിയടക്കടി പത്തായം തരുമണി നുടക്കടി പൊന്നാകൻ വിളവെടുക്കും പാടം എൻ കണ്ണീരിൻ കഥ നിറഞ്ഞൊരീണം കാതിന്തിമി തിന്തിമിതാരോ തെയ്യന്താരോ കാതിന്തിമി തിന്തിമിതാരോ തെയ്യന്താരോ ധിന്തിമി ധിന്തിമിതാരോ ധിന്തിമി ധിന്തിമിതാരോ ധിന്തിമി ധിന്തിമിതാരോ ധിന്തിമിതാരോ തെയ്യക്കം തിന്നാരോ തന തന തെയ്യക്കം തിന്നാരോ തെയ്യക്കം തിന്നാരോ തന തന തെയ്യക്കം തിന്നാരോ തുടികൊട്ടും പാട്ടുണ്ടേ മാടത്തിൻ മുറ്റത്ത് അടിയാടും മേലാടും സ്നേഹത്താൽ കൈകോർത്ത് പൊന്നു തമ്പിരാൻ ദൈവമായത കല്ലിലന്നവർ തീർത്തു തന്നാരം പാടിയുണർത്താൻ മണ്ണിന്റെ മക്കള് നമ്മൾ എല്ലാരും ചേരണ നാട് പുത്തിരിനാട് പുഞ്ചക്കതിർ കൊടിയെ ചൊല്ല് പുള്ളിക്കുയിലാളെ ചൊല്ല് പുഞ്ചവയൽ നൂറുമേരി വിളവെടുക്കാനോ 11 പദമളന്നാൽ കോളടിക്കൂലോ പച്ചോല കിളിപ്പാട്ടുകൾ പാടാൻ കൂട്ടരു വന്നോടി പുത്തരിയുന്നും മുമ്പേ എന്നുടെ താലി കെട്ടു നടക്കൂലോ കതിരോല പന്തല് കെട്ടി പനയോല പായ വിരിച്ച് പുരവയിടാൻ നീയും പോരടി വണ്ണാത്തിക്കിളിയേ ഓ ഓ ഓ വണ്ണാത്തിക്കിളിയേ മടവീണു പാടം തകർന്നുവെന്ന് തമ്പ്രാൻ കോപിച്ചു ചൊല്ലണ കേൾക്കണണ്ടേ തലപ്പുലയന ചതിയിലെങ്ങാൻ കൈപ്പിഴ വന്നോ അണിയാരെ കൊണ്ടുവരട്ടെ കബടി നിരത്താൻ ഉലയക്കൂടികളിൽ ശുദ്ധി വരുത്തണം പാടത്തും മറ്റൊരു പൂജ വേണം കുഞ്ചവരമ്പിലെ ദൈവത്തിൻ കാൽക്കൽ കള്ളും മറപൊടി പന്തങ്ങൾ കോല കളമൊരുങ്ങി കരിതുള്ളി ഉറതുള്ളി കുറുവാളു കയ്യേന്തി പാടം വിറയ്ക്കും അലച്ച കേട്ടു നാടിന്റെ ആചാരമുടയോന്റെ കൽപ്പന പുലയന്റെ തലവെട്ടി മടയടച്ചു അച്ഛൻ മരിച്ചൊരാ വേദനയിൽ ആ മണ്ണിൽ വീണ് പിടഞ്ഞു കുട്ടൻ മടവീണ് പാടം നശിച്ചിടല്ലേ ഈ വിളക്കാക്കുവാൻ കുട്ടൻ വന്നിടുമോ ഈ വിളക്കാക്കുവാൻ കുട്ടൻ വന്നിടുമോ കുട്ടന്റെ നാട്
ദിനം നവതീർത്തു അന്നാരം പാടിയുണർത്താൻ മണ്ണിന്റെ മക്കള് നമ്മൾ എല്ലാരും ചേരണ നാട് പുത്തിരി നാട്. പാടം തകർന്നുവെന്ന് തമ്പ്രാൻ കോപിച്ചു ചൊല്ലണ കേൾക്കണണ്ടേ. തലകുലയന ചതിയിലെങ്ങാൻ കൈപ്പിഴ വന്നോ അണിയാരെ കൊണ്ടുവരട്ടെ കബടി നിരത്താൻ. കുലയക്കൂടികളിൽ ശുദ്ധി വരുത്തണം, പാടത്തും മറ്റൊരു പൂജ വേണം. കുഞ്ചവരമ്പിലെ ദൈവത്തിൻ കാൽക്കൽ കള്ളും മറപൊടി ബന്ധങ്ങൾ കോലക്കളമൊരുങ്ങി. കരിതുള്ളി ഉറതുള്ളി കൊടുവാളു കയ്യേന്തി പാടം വിറയ്ക്കുന്ന നച്ച കേട്ടു. നാടിന്റെ ആചാരമുടയോന്റെ കൽപ്പന പുലയന്റെ തലവെട്ടി മടയടച്ചു. അച്ഛൻ മരിച്ചൊരാ വേദനയിൽ ആ മണ്ണിൽ വീണ് പിടഞ്ഞു കുട്ടൻ. മടവീണ് പാടം നശിച്ചിടല്ലേ, ഈ വിള കാക്കുവാൻ കുട്ടൻ വന്നിടുമോ, ഈ വിള കാക്കുവാൻ കുട്ടൻ വന്നിടുമോ. കുട്ടന്റെ നാടിത് കുട്ടനാട്, പൊന്ന വിളയണ കുട്ടനാട്. കരിമാടി കുട്ടന്റെ കുട്ടനാട്, കുട്ടന്റെ നാടിത് കുട്ടനാട്. എന്റെ കുട്ടന്റെ നാടിത് കുട്ടനാട്, എന്റെ കുട്ടന്റെ നാടിത് കുട്ടനാട്. सभाया महाकवि कालिदास विरचितं रघुवंश महाकाव्यस्य त्रयोदश सर्गात् उद्धृता एतानि श्लोकानि अत्र आलापामि. अर्थात्मनश्शब्दगुणं गुणज्ञ पदं विमानेन विगाहमान रत्नाकरं वीक्षमिथः सजायां रामाभिधानो हरिरित्युवाच. वैदेहि पश्यात्मलयाद्विभक्तं मच्छेदुना भेनिलमम्बुराशिं छायापथेनेव शरत्प्रसन्नम् आकाशमाविष्कृत चारुतारं गुरोत्ययक्षोकपिलेन मेध्ये रसातलं संक्रमिते तुरङ्गे तथर्थं
സമസ്തലോകശങ്കരം നിരസ്തദൈത്യകുഞ്ചരം ധരേധരോധരം വരം വരേ ഭവക്ത്രമക്ഷരം കൃപാകരം ക്ഷമാകരം മുദാകരം യശസ്കരം നമസ്കരം നമസ്കൃതം നമസ്കരോമി ഭാസ്വരം. നമസ്തേ, അഹം സൗഭാഗ്യ. സർവേഭ്യः उपस्थितेभ्यः मम विनीतप्रणामः. अहम् इदानीम् आधुनिकयुगे संस्कृतस्य प्रसक्तिः इति विषये अधिकृत्य हिन्दीत् वक्तुम् इच्छति. सम्यक् परिष्कृतं शुद्धमर्थात् दोषरहितं व्याकरणेन संस्कारितं वा यत्तदेव संस्कृतम्. एवश्च सम् उपसर्गपूर्वकात् कृतादोनिष्पन्नोऽयं शब्दः संस्कृतभाषेति नाम्ना सम्बोध्यते. सैव देवभाषा गीर्ववाणी देववाणी अमरवाणी कथ्यते. इयमेव भाषा सर्वसां भारतीयभाषाणां जननी. भारतीयसंस्कृतेः प्राणस्वरूपा भारतीयधर्मदर्शनादिकानां प्रसारिका. सर्वस्वपि विश्वभाषासु प्राचीनतमा सर्वमान्या च मन्यते. अस्माकं समस्तमपि प्राचीनं साहित्यं संस्कृतभाषायामेव रचितास्मि. समस्तमपि वैदिकसाहित्यं रामायणं महाभारतं पुराणानि दर्शनग्रन्थाः स्मृतिग्रन्थाः काव्यानि नाटकानि अस्याम् एव भाषायां लिखिताः प्राप्यन्ते. गणितं ज्योतिषं काव्यशास्त्रायुर्वेदः अर्थशास्त्रं राजनीतिशास्त्रं छन्दशास्त्रं ज्ञानं विज्ञानं तत्त्वजातमस्यामेव संस्कृतभाषायां समुपलभ्यते. अनेन संस्कृतभाषायाः विपुलं गौरवं स्वमेव सिद्ध्यति. इत्युक्त्वा अहं विरामि. धन्यवादः.
ಹೆಂಗದ ഇവരെ ഹാങ് ആയിട്ട് അച്ചൂറിൻ്റെ ഹാങ് ആയിട്ട് സ്പേസിൽ ആരെയും ബോംബിട്ടുണ്ടോ?
ഞാൻ GHS കോക്കല്ലൂർ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ ചെസ് നമ്പർ കോഡ് നമ്പർ N3. പഴകന്നൂർ ദേശത്തെ ദേവിയമ്മേ, കരിമ്പനച്ചോട്ടിലെ യക്ഷിയമ്മേ, നിൻ ചരിതം ഇവിടെ ആഴം പാടാം, തുയിലുണർന്ന് വാ ദേവി യക്ഷിയമ്മേ. പതിറ്റാണ്ട് മുൻപീ ദേശത്ത് ദേവദാസിയാം കാർവേണി, ഉടലിൽ സൗന്ദര്യം കണ്ണിൽ ജ്വാലയാ, വീറോടെ വളർത്തുന്നു പൊന്മകളല്ലിയെ. ദാസിയാക്കിയില്ലൻ മകളെ, ഒരു വീരനേകട്ടെ മാംഗല്യം. 17 നിറകാട്ടി ഹല്ലിപ്പെണ്ണ്, അവൾ നിറയവനത്തിൻ കുളിരഴക്. മയിൽപീലി കണ്ണാൽ ഒളിച്ചൊര സ്നേഹം, പൂജാരിയായി വന്നവൻ കവർന്നവൾ മാനസം. നെടുമാംഗല്യം മകൾക്കേകാൻ, ദേവദാസിയായി മാറാതിരിക്കാൻ, മംഗല്യ പന്തലൊരുക്കി മകൾക്കായി. ദുർവാശിയെല്ലാം പുറത്തെടുത്തു, പഞ്ചത്തിലെല്ലാം കൈക്കലാക്കാൻ തന്ത്രം മെനഞ്ഞു നമ്പി. ദുരിതങ്ങൾ കാണാൻ കഴിയാതെ ആട്ടിയിറക്കി നമ്പിയെ, നെറ്റിയിലെ സിന്ദൂരം മായാതിരിക്കാൻ നിറവയറാലവൾ പടിയിറങ്ങി. ഒരു കല്ലിച്ചെടിയുടെ അരികിലായി വളരും നമനമോടെ മയങ്ങും നേരം, പണമില്ല സ്വത്തില്ല ദാസി പെണ്ണിരിക്കെന്തിന്, തക്കം പാർത്തൊരു കൂർത്തകല്ല തല തകർത്ത് കവരുന്ന ഭരണങ്ങൾ. പിടയും നേരം ജീവൻ വെടിയും മുൻപേ, കള്ളിച്ചെടിയേ നീ സാക്ഷി, ജ്വലിക്കുന്ന കണ്ണാൽ ജീവൻ വെടിഞ്ഞ് ഉഗ്രരൂപിണിയായി കരിമ്പനച്ചോട്ടിൽ കുടിയിരുന്നു. മകളെ പിരിഞ്ഞൊര വേദനയിൽ മനം നൊന്തു കേഴുന്നൊരമ്മ, ദിനരാത്രങ്ങൾ കഴിഞ്ഞൊര നാളിൽ
കൊയ്യടി തന്നാരം തനി വളകിലിങ്ങനെ തളത്തിൽ കൊയ്യടിയേ കളം നിറയ്ക്കടി കിടയെടുക്കടി മെതിച്ചെടുക്കടി പതിരകറ്റടി ഒലിയടക്കടി പത്തായം കതിർമണി നിറയ്ക്കടിയേ പൊന്നാരിൻ വിളവെടുക്കും പാടം എൻ കണ്ണീരിൻ കഥ നിറഞ്ഞൊരീണം താതിന്തിമിതാരോ തെയ്യന്താരോ താതിന്തിമിതാരോ തെയ്യന്താരോ ധിന്ദിമിതാരോ 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 തെയ്യക്കം തിന്നാരോ തന തന തെയ്യക്കം തിന്നാരോ തെയ്യക്കം തിന്നാരോ തന തന തെയ്യക്കം തിന്നാരോ തുടികൊട്ടിക്കും പാട്ടുണ്ടേ മാടത്തിൻ മുറ്റത്ത് അടിയാടും മേലാടും സ്നേഹത്താൽ കൈകോത്ത് പൊന്നു തമ്പിരാൻ ദൈവമായത കല്ലിലന്നവർ തീർത്തു അന്നാരം പാടിയുണർത്താത്ത മണ്ണിന്റെ മകള് നമ്മൾ എല്ലാരും ചേരണ നാട് പുത്തിരിനാട് കൊടിയെ ചൊല്ല് പുള്ളിക്കുയിലാളെ ചൊല്ല് പുഞ്ചവയിൽ നൂറുമേനി വിളവെടുത്താലോ 11 പദമളന്ന കോളടിക്കൂലോ പച്ചോല കിളിപ്പാട്ടുകൾ പാടാൻ കൂട്ടരു വന്നോടി പുത്തരിയൊന്നും മുമ്പേ നിന്നുടെ താലി കെട്ടു നടക്കൂലോ കതിരോല പന്തല് കെട്ടി പനയോല പായ വിരിച്ച് പുരവയിടാൻ നീയും പോരടി വണ്ണാത്തിക്കിളിയേ ഓ വണ്ണാത്തിക്കിളിയേ മടവീണു പാടം തകർന്നുവെന്ന് തമ്പ്രാൻ കോപിച്ചു ചൊല്ലണ കേൾക്കണണ്ടേ തലപ്പുലയന ചതിയിലെങ്ങാൻ കൈപ്പിഴ വന്നോ അടിയാരെ കൊണ്ടുവരട്ടെ കബടി നിരത്താൻ പുലയക്കൂടികളിൽ ശുദ്ധി വരുത്തണം പാടത്തും മറ്റൊരു പൂജ വേണം പുഞ്ചവരമ്പിലെ ദൈവത്തിൻ കാൽക്കൽ കള്ളും വറപൊടി പന്തങ്ങൾ കോലക്കളമൊരുങ്ങി കരിതുള്ളി ഉറതുള്ളി കൊടുവാളു കയ്യേന്തി പാദം വിറയ്ക്കും അലർച്ച കേട്ടു നാടിന്റെ ആചാരമുടയോന്റെ കൽപ്പന പുലയന്റെ തലവെട്ടി മടയടച്ചു അച്ഛൻ മരിച്ചൊരാ വേദനയിൽ ആ മണ്ണിൽ വീണ പിടഞ്ഞു കുട്ടൻ മടവീണ പാടം നശിച്ചിടല്ലേ ഈ വിളക്കാക്കുവാൻ കുട്ടൻ വന്നിടുമോ ഈ വിളക്കാക്കുവാൻ കുട്ടൻ വന്നിടുമോ കുട്ടന്റെ നാടിത് കുട്ടനാട് പൊന്ന വിളയണ കുട്ടനാട് കരിമാടി കുട്ടന്റെ കുട്ടനാട് കുട്ടന്റെ നാടിത് കുട്ടനാട് കുട്ടന്റെ നാടിത് കുട്ടനാട് എന്റെ കുട്ടന്റെ നാടിത് കുട്ടനാട് വൈകായസ്ക 7th B.
നിറയെ കൊയ്യടി നിരവരി നിന്ന് താഴ്ത്തി കൊയ്യടി തന്നാരം തരി വളകിലിങ്ങണ താളത്തിൽ കൊയ്യടിയേ താളം നിറക്കടി കട്ടയെടുക്കടി മെതിച്ചെടുക്കടി പതിരകറ്റടി പോലിയടക്കടി പത്തായം കതിർമണി നിറയ്ക്കടിയേ ഒന്നാകൻ വിളവെടുക്കും പാടം എൻ കണ്ണീരിൻ കഥ നിറഞ്ഞൊരീണം താതിന്തിമി ധിന്തിമി താരോ തെയ്യന്താരോ താതിന്തിമി ധിന്തിമി താരോ തെയ്യന്താരോ ധിന്തിമി ധിന്തിമി താരോ ധിന്തിമി ധിന്തിമി താരോ ധിന്തിമി ധിന്തിമി താരോ ധിന്തിം താരോ തെയ്യക്കം തിന്നാരോ തന തന തെയ്യക്കം തിന്നാരോ തെയ്യക്കം തിന്നാരോ തന തന തെയ്യക്കം തിന്നാരോ തുടികൊട്ടും പാട്ടുണ്ടേ മാടത്തിൻ മുറ്റത്ത് അടിയാളും മേലാളും സ്നേഹത്താൽ കൈകോർത്ത് പൊന്നു തമ്പിരാൻ ദൈവമായതാ കല്ലിലന്നവർ തീർത്തു അന്നാരം പാടിയുണർത്താൻ മണ്ണിന്റെ മക്കള് നമ്മൾ എല്ലാരും ചേരണ നാള് പുത്തിരി നാള് പുഞ്ചക്കതിർക്കൊടിയെ ചൊല്ല് പുള്ളിക്കുയിലാളെ ചൊല്ല് പുഞ്ചവയൽ നൂറുമേനി വിളവെടുക്കാലോ 10 പദമളന്നാൽ കോളടിക്കൂലോ പച്ചോല കിളിപ്പാട്ടുകൾ പാടാൻ കൂട്ടരു വന്നോടി പുത്തരിയൊന്നും മുമ്പേ എന്നുടെ താലി കെട്ടു നടക്കൂലോ കതിരോല പന്തല് കെട്ടി പനയോല പായ വിരിച്ച് കുരവയിടാൻ നീയും പോരടി വണ്ണാത്തിക്കിളിയേ ഓ ഓ ഓ വണ്ണാത്തിക്കിളിയേ മടവീണു പാടം തകർന്നുവെന്ന് തമ്പ്രാൻ കോപിച്ചു ചൊല്ലണ കേൾക്കണണ്ടേ തലപ്പുലയന ചതിയിലെങ്ങാൻ കൈപ്പിഴ വന്നോ അണിയാരെ കൊണ്ടുവരട്ടെ കവടി നിരത്താൻ പുലയക്കൂടികളിൽ ശുദ്ധി വരുത്തണം പാടത്തും മറ്റൊരു പൂജ വേണം പുഞ്ചവരമ്പിലെ ദൈവത്തിൻ കാൽക്കൽ കള്ളും വറപൊടി പന്തങ്ങൾ കോലക്കളമൊരുങ്ങി കരിതുള്ളി ഉറതുള്ളി കൊടുവാളു കയ്യേന്തി പാടം വിറയ്ക്കും അലർച്ച കേട്ടു നാടിന്റെ ആചാരമുടയോന്റെ കൽപ്പന പുലയന്റെ തലവെട്ടി മടയടച്ചു അച്ഛൻ മരിച്ചൊരാ വേദനയിൽ ആ മണ്ണിൽ വീണ് പിടഞ്ഞു കുട്ടൻ മടവീണ് പാടം നശിച്ചിടല്ലേ ഈ വിളക്കാക്കുവാൻ കുട്ടൻ വന്നിടുമോ ഈ വിളക്കാക്കുവാൻ കുട്ടൻ വന്നിടുമോ കുട്ടന്റെ നാടിത് കുട്ടനാട് പൊന്ന വിളയണ കുട്ടനാട് കരിമാടി കുട്ടന്റെ കുട്ടനാട് കുട്ടന്റെ നാടിത് കുട്ടനാട് എന്റെ കുട്ടന്റെ നാടിത് കുട്ടനാട് എന്റെ കുട്ടന്റെ നാടിത് കുട്ടനാട് മലയാളി പെൺകുടിക്ക് അഴക
കഴിഞ്ഞ ഒരാഴ്ചയായി കൊക്കല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ വർഷത്തെ സ്കൂൾ കലോത്സവം മേളം 2020 വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വരികയാണ്. 34ഓളം ഇനങ്ങളിലായി 600ഓളം പ്രതിഭകൾ അരങ്ങിലെത്തിയ ഈ ഓൺലൈൻ കലോത്സവത്തിന് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. ഇപ്പോൾ നടക്കുന്ന സമാപന സാംസ്കാരിക സമ്മേളനത്തിൽ മലയാളത്തിൻ്റെ പ്രിയ കവി ശ്രീ PK ഗോപി ഉദ്ഘാടന ഭാഷണം നിർവഹിക്കും. വാക്കുകളുടെ ശക്തി സൗന്ദര്യങ്ങൾ കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്ന കൽപ്പറ്റ സാർ ഈ ചടങ്ങിൽ നമ്മോടൊപ്പം ചേരും. തുടർന്ന് ആശംസാ വചനങ്ങളുണ്ടാകും. ഈ മുഴുവൻ പരിപാടികളിലേക്കും സമാപന സാംസ്കാരിക പരിപാടികളിലേക്കും നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. കൊക്കല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 2020-21 അധ്യയന വർഷത്തിലെ സ്കൂൾ കലോത്സവം ഈ മഹാമാരിയുടെ കാലത്ത് മേളം 2020 എന്ന പേരിൽ ഓൺലൈൻ ആയിട്ടാണ് നടത്തിയത്. ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാനും സാമൂഹികവും സാംസ്കാരികവുമായി ഉയർപ്പിന് പിന്തുണ നൽകാനുമുള്ള മലയാളിയുടെ കരുത്തും കരുതലുമാണ് ഈ കോവിഡ് കാലത്ത് നാം കണ്ടത്. പൂർവ്വ മാതൃകകളൊന്നും ഇല്ലാതിരുന്നിട്ടും വളരെ നല്ല രീതിയിൽ കോവിഡിനെ പ്രതിരോധിക്കാനും ജനജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനും ലോകത്തിന് തന്നെ മാതൃകയാവാനും നമുക്ക് കഴിയുന്നുണ്ട്. എങ്കിലും ജാഗ്രത പാലിക്കേണ്ട ഈ കാലത്ത് കുട്ടികളുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കാനും കുട്ടികളുടെ പഠന ബോധന പ്രക്രിയയ്ക്ക് പിന്തുണ നൽകാനും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മറ്റൊരു മാതൃകയായി മാറിയിരിക്കുകയാണ് ഈ കലാമേള. ഇതിൻ്റെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന PTA വൈസ് പ്രസിഡന്റ് ശ്രീ ഗംഗാധരൻ കിടാവിനെ ആദരപൂർവം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഈ സമാപന സദസ്സ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രശസ്ത കവി ശ്രീ PK ഗോപി സാറാണ്. അദ്ദേഹത്തെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. മുഖ്യ ഭാഷണം നടത്തുന്നത് നമ്മുടെ പ്രിയ കവി ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനാണ്. സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ ആശംസ അർപ്പിക്കാനെത്തിയ PTA എക്സിക്യൂട്ടീവ് അംഗം ശ്രീ CV ബഷീർ, KK അഷ്റഫ് മാസ്റ്റർ, സീനിയർ അസിസ്റ്റന്റ് ശ്രീമതി പുഷ്പ ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീ ഇസ്മായിൽ മാസ്റ്റർ, യുവകവിയും നമ്മുടെ മലയാളം അധ്യാപകനുമായ ശ്രീ റംഷാദ് മാസ്റ്റർ, നന്ദി അർപ്പിക്കുന്ന ശ്രീ ബൽരാജ് മാസ്റ്റർ, സർവോപരി ഈ കലോത്സവത്തെ മേളം 2020 വൻ വിജയമാക്കിയ GHS കൊക്കല്ലൂരിൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, രക്ഷിതാക്കൾ, PTA അംഗങ്ങൾ, നാട്ടുകാർ, സഹപ്രവർത്തകർ, മറ്റ് പിന്തുണ നൽകിയ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. കലാസ്നേഹികളെ, വിദ്യാർത്ഥികളെ, COVID-19 എന്ന മഹാമാരി ലോകമാകെ നൃത്തതാണ്ഡവമാടുന്ന ഒരു കാലഘട്ടത്തിലാണ് കൊക്കല്ലൂർ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾ വിവിധ കലാസന്ധ്യകളുമായി മേളം 2020 നമ്മുടെ മുന്നിലെത്തുന്നത്. വ്യത്യസ്തമായ കലാപരമായ കഴിവുകൾ ജഗദീശ്വരൻ അല്ലെങ്കിൽ അള്ളാഹു ഓരോ കുട്ടിയെയും കനിഞ്ഞനുഗ്രഹിച്ചിട്ടുണ്ട്. പാട്ടുപാടാനും കഥ പറയാനും ചിത്രം വരയ്ക്കാനും നൃത്തം ചെയ്യാനും അഭിനയിക്കാനും കഴിവുള്ള നിരവധി കുട്ടികളുണ്ട്. ഈ കഴിവുകളെയെല്ലാം ഊതിക്കാച്ചി നെല്ലും പതിരും തിരഞ്ഞെടുത്ത് ഗുരുക്കന്മാരുടെ സഹായത്തോടെ സ്റ്റേജിലേക്കെത്തുന്നു. അങ്ങനെ നിങ്ങളെ കാണികൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. പരിപാടി അവതരിപ്പിച്ച് നിങ്ങൾക്ക് ആവേശവും സന്തോഷവും ഉണ്ടാകുന്നു. മാതാപിതാക്കളും ഗുരുക്കന്മാരും നിങ്ങളെ അനുഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ അവർ അഭിമാനിക്കുന്നു. മത്സരബുദ്ധിയോടുകൂടി നിങ്ങൾ ഓരോ കുട്ടികളും മത്സരിച്ച് ഏതറ്റം വരെയും എത്താൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ കലാസാംസ്കാരിക രംഗത്ത് മറക്കാനാകാത്ത അനർഘമുത്തുകൾ സംഭാവന ചെയ്യാൻ കുട്ടികളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയുമാറാകട്ടെ എന്നും ഞാനും നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഹൃദയത്തോട് ചേർത്തുകൊണ്ട് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉദ്യമത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ശ്രീ PK ഗോപി
മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയും ഗാനരചയിതാവും. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മുതൽ ശക്തി അവാർഡ് വരെ നീളുന്ന 11ഓളം പെരുമയുള്ള പുരസ്കാരങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ട എഴുത്തുകാരൻ. ചിരന്തനവും കിളിയമ്മയും തുടങ്ങി 100ഓളം പ്രശസ്തങ്ങളായ കവിതകൾ ശ്രീ പി.കെ. ഗോപി മലയാളത്തിന് സമ്മാനിച്ചു. വാക്കിൻ്റെ വിസ്മയം കൊണ്ട് വേദികളെയും കവിതയുടെ ഭാവാർത്ഥ സൗന്ദര്യമുള്ള ചലച്ചിത്രഗാനങ്ങൾ കൊണ്ട് മലയാള സിനിമയെയും അനുഗ്രഹിക്കുന്ന ഇപ്പോഴും സജീവമായ ശ്രീ പി.കെ. ഗോപിക്ക് സ്നേഹപൂർവമായ അഭിമാനപൂർവമായ സ്വാഗതം മേളം 2020 സമാപന സാംസ്കാരിക വേദിയിലേക്ക്. പക്ഷിയായിരുന്നെങ്കിൽ ആകാശവൃക്ഷത്തിൻ്റെ പച്ചിലക്കൊമ്പിൽ ചെന്നു നക്ഷത്രമിറുത്തേനെ. മത്സ്യമായിരുന്നെങ്കിൽ ആഴിയിൽ മുങ്ങിത്താണു മുത്തുകൾ എടുക്കുന്ന വിദ്യ ഞാൻ പഠിച്ചേനെ. പുഷ്പമായിരുന്നെങ്കിൽ ഓടുന്ന കാറ്റിൻ കയ്യിൽ ഇത്തിരി പരിമളം പകർന്നു കൊടുത്തേനെ. വൃക്ഷമായിരുന്നെങ്കിൽ ഒത്തിരി പൂവും കായും മുറ്റത്തു കൊഴിച്ചിട്ടു മക്കളെ വിളിച്ചേനെ. ഒക്കെയും കേൾക്കാൻ എന്തു രസമൻ കുഞ്ഞേ, നിന്റെ വിസ്മയം വിടരുന്ന ഭാവന തിളങ്ങട്ടെ. മർത്യനായ എന്തൊക്കെ നീ ചെയ്യുമെന്നോദിക്കട്ടു തൃപ്തനാകുവാൻ വന്ന മുത്തച്ഛനാകുന്നു ഞാൻ. മർത്യനായ എന്തൊക്കെ നീ ചെയ്യുമെന്നോദിക്കട്ടു തൃപ്തനാകുവാൻ വന്ന മുത്തച്ഛനാകുന്നു ഞാൻ. ഞാനുമെൻ കുഞ്ഞുങ്ങളും ജീവിതം വായിക്കുമ്പോൾ കാലമേ ഞങ്ങൾക്കു നീ കാണിച്ചു നൽകൂ സത്യം. കാലമേ ഞങ്ങൾക്കു നീ കാണിച്ചു നൽകൂ സത്യം. ഭാവനയും യാഥാർത്ഥ്യവും നെയ്ത ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങൾ പങ്കിട്ടും പിന്നിട്ടും മുന്നേറുന്ന വഴികളിൽ ധന്യമായ തൃപ്തിയെല്ലാം കലകളുടെ കലവറയിലുണ്ട്. സഹൃദയർക്കെടുക്കാം, ആസ്വദിക്കാം, അയവിറക്കാം, ആലോചിക്കാം, ഓർമ്മയിൽ സൂക്ഷിക്കാം. ഭാഷയും ജീവിതവും വികലമാവുന്ന ഇക്കാലത്തിൻ്റെ സാംസ്കാരിക വിനിമയങ്ങൾക്ക് കൂടുതൽ കരുതൽ ആവശ്യമുണ്ട്. കാപട്യത്തിൻ്റെ അണിയറക്കഥകൾ വാർത്തകളായി നിത്യവും വന്നു ചേരുമ്പോൾ കുട്ടികൾ മാത്രം സത്യസൗന്ദര്യങ്ങൾ മുറുകെ പിടിക്കണമെന്നും പാലിക്കണമെന്നും ശഠിച്ചാൽ തെറ്റുപറ്റിപ്പോവുകയില്ലേ? അച്ഛനമ്മമാരും അധ്യാപകരും ഗുരുജനങ്ങളും മാതൃകയായി അവരുടെ മുന്നിലുണ്ടെങ്കിൽ പുസ്തക വിജ്ഞാനത്തിനപ്പുറം അവർക്ക് നിശ്ചയദാർഢ്യമുണ്ടാകും. രോഗഭീതിയുടെ അടങ്ങിയിരിക്കൽ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങളുണ്ടാക്കി. 10 വയസ്സുവരെ മൊബൈൽ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഉപയോഗം കുട്ടികളിൽ രോഗങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാക്കുമെന്ന വൈദ്യശാസ്ത്ര മുന്നറിയിപ്പിന് പ്രസക്തിയില്ലാതായി അല്ലേ? വരുംകാലം കുട്ടികളിലെ മനഃശാസ്ത്ര വിശകലനം വലിയൊരു ചികിത്സാ വകുപ്പിൻ്റെ സാധ്യതയായി വളരുകയാണ്. അതിൽ ഗൂഢമായി ആനന്ദിക്കുന്ന ചികിത്സാ മുതലാളിത്തം ഇപ്പോഴേ തയ്യാറായി കഴിഞ്ഞു. അനുഭവങ്ങൾ എന്തായാലും അതിജീവിക്കാതെ വയ്യല്ലോ. കലയുടെയും വിജ്ഞാനത്തിൻ്റെയും സാംസ്കാരിക മൂല്യം ഒരിക്കലും നഷ്ടപ്പെടാത്ത കെടാവിളക്കുകളായി എന്നും മനുഷ്യരാശിയെ നയിക്കും. അത് ചരിത്ര സത്യം. അതിൽ വിശ്വസിച്ച് കൊക്കല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മേളം 2020 സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ബഹുമാന്യരായ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്നേഹാശംസകളോടെ നന്മ. ഞാൻ നിങ്ങളുടെ സ്വന്തം പി.കെ. ഗോപി. ശ്രീ കൽപ്പറ്റ നാരായണൻ നാനാർത്ഥങ്ങളുള്ള ജീവിതത്തെ, ജീവിത പരിസരങ്ങളെ കവിത കൊണ്ടും ഉപന്യാസങ്ങൾ കൊണ്ടും ശക്തി സൗന്ദര്യമുള്ള പ്രഭാഷണങ്ങൾ കൊണ്ടും അടയാളപ്പെടുത്തുന്നു ശ്രീ കൽപ്പറ്റ നാരായണൻ സാർ. കവിതയുടെ ജീവചരിത്രം എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ ശ്രേഷ്ഠ പുരസ്കാരം സ്വന്തമാക്കിയ കൽപ്പറ്റ നാരായണൻ സാറിൻ്റെ ഏറ്റവും പുതിയ നോവൽ മാതൃഭൂമിയിൽ ഈയിടെ പ്രസിദ്ധീകരിച്ച എവിടമിവിടമാണ്. കൽപ്പറ്റ നാരായണൻ സാറിന് സ്നേഹപൂർണമായ സ്വാഗതം ജെറ്റിസ് കോക്കല്ലൂരിൻ്റെ മേളം 2020 കോക്കല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ
അധ്യാപകരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കോവിഡ് കാലത്തും പല തടസ്സങ്ങളും മറികടന്നുകൊണ്ട് ഓൺലൈനിലാണെങ്കിലും കലാമേള നടത്തുന്നു എന്നത് എന്നെ വളരെ സന്തോഷിപ്പിക്കുന്നു. കാരണം നമ്മൾ കുട്ടികൾ പറയും എനിക്ക് മനസ്സില്ല എന്ന് പറയും ദേഷ്യത്തോടു കൂടി. അവർക്ക് മനസ്സുണ്ടാക്കാനാണ് വാസ്തവത്തിൽ കലകൾ. അങ്ങനെ ഈ കലകൾ നമ്മൾ പഠിക്കുന്നതൊക്കെ മസ്തിഷ്കത്തിന് വിസ്തൃതി ഉണ്ടാക്കാനാണ്, ജ്ഞാനത്തിൻ്റെ വ്യാപ്തി കൂട്ടാനാണ്. പക്ഷേ കലകൾ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഭാവുകത്വത്തെ വളർത്താൻ വേണ്ടി ആണ്. ഭാവിയിൽ കഥയോ കവിതയോ മാത്രമല്ല, ഈ മനുഷ്യ സമ്പർക്കത്തിൻ്റെ സൗന്ദര്യം അറിയുവാൻ നമുക്ക് കലയുടെ സഹായം കൂടിയേ സാധിക്കും. അങ്ങനെ ഭാവുകത്വമുള്ളവരായി മാറാൻ നിങ്ങൾക്ക് ഈ ഒരു അവസരം വളരെ ഉതകും. അധ്യയന ദിവസങ്ങളിലെ നമ്മളെക്കാൾ എത്രയോ വലിയ നമ്മളാണ് കലോത്സവങ്ങളിലെ നമ്മൾ എന്ന് മറക്കാതെ ഇരിക്കണം. കാരണം ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ ദിനമാണ്, നമ്മുടെ പ്രതിഭയുടെ ദിനമാണ്. മറ്റതാകട്ടെ നമ്മുടെ ചുമതലയുടെ ദിനം ആണ്. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ദിനം ഗംഭീരമായി കൊണ്ടാടാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കലാമേളയ്ക്ക്, ഓൺലൈൻ കലാമേളയ്ക്ക് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ സ്കൂൾ കലോത്സവം ഓൺലൈനായി 2 ദിവസങ്ങളിലായി നടക്കുകയാണല്ലോ. ഈ അവസരത്തിൽ മുഴുവൻ പ്രതിഭകൾക്കും അവരെ ഒരുക്കിയ രക്ഷിതാക്കൾക്കും കലാസ്വാദകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു. ഈ വർഷത്തെ സ്കൂൾ കലോത്സവം മേളം 2020 അതിൻ്റെ സമാപന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സമാപന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കവി ശ്രീ പി കെ ഗോപി, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ PTA വൈസ് പ്രസിഡന്റ് ശ്രീ ഗംഗാധരൻ കിടാവ്, മറ്റ് ബഹുമാന്യരെ, കൗമാര കലകൾ അരങ്ങുണർത്തേണ്ട വിദ്യാലയ തിരുമുറ്റങ്ങൾ ഇന്ന് ശൂന്യമാണ്. കോവിഡിനെതിരെ സ്വയം പ്രതിരോധം തീർത്തുകൊണ്ട് നാം വീടിൻ്റെ പത്തളങ്ങളിൽ സ്വയം ഒതുങ്ങുകയാണ്. പഠനവും പാഠ്യേതര പ്രവർത്തനവും എല്ലാം ഇന്ന് വീടുകളിൽ തന്നെ. വീടുകളിൽ അണിയറയും അരങ്ങും തീർത്തുകൊണ്ട് കുട്ടികളുടെ സർഗവാസനകൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ഇന്ന് മത്സരങ്ങളായി പുറത്തു വന്നിരിക്കുക. വളരെ വിജയകരമായ രീതിയിൽ നമ്മുടെ വിദ്യാലയത്തിൽ അത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. ഈ മത്സരത്തിൽ പങ്കെടുത്ത, സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുകയാണ്. മത്സര വിജയികളെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. ലോകമാകെ കോവിഡ് കൊണ്ട് വിറങ്ങലിച്ച് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ ഓൺലൈൻ കലോത്സവത്തിൽ സർഗ വിസ്മയങ്ങൾ തീർത്ത മുഴുവൻ കലാപ്രതിഭകൾക്കും അതേപോലെ ഈ ഓൺലൈൻ കലോത്സവത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച മുഴുവൻ സഹപ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ ഓൺലൈൻ കലോത്സവത്തിന് എല്ലാവിധ ആശംസകളും. കുട്ടികളെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, സഹൃദയരെ, കലുഷിതമായ ഈ വർത്തമാനകാല സാഹചര്യത്തിൽ കലകൊണ്ട് ഒരു അത്ഭുതം പ്രകടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കോക്കല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഏത് വ്യാധികളെയും തോൽപ്പിച്ച് മുന്നേറാൻ കഴിയുന്ന ഏറ്റവും നല്ല മേഖലയാണ് സർഗാത്മകത എന്ന് നമ്മൾ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഈ കലോത്സവത്തിൽ മേളം 2020 പങ്കെടുത്ത മുഴുവൻ കലാപ്രതിഭകളെയും മത്സരാർത്ഥികളെയും വിജയികളെയും ഒപ്പം തന്നെ അതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച അധ്യാപകരെയും സഹപ്രവർത്തകരെയും രക്ഷിതാക്കളെയും എല്ലാം ആശംസിക്കുന്നതിന് വേണ്ടി, അഭിനന്ദിക്കുന്നതിന് വേണ്ടി ഈ വേദി ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഒപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരു കുഞ്ഞു കവിത വായിക്കുന്നു. കവിതയുടെ പേര് കാത്തിരിപ്പ്. അകത്തിരുന്ന് ഒറ്റയ്ക്ക് ഓൺലൈനിൽ ക്ലാസ് കാണുന്ന 1ാം ക്ലാസ്സുകാരനെ ക്ലാസ് മുറി തട്ടിക്കൊണ്ടുപോയി. അകത്തിരുന്ന് ഒറ്റയ്ക്ക് ഓൺലൈനിൽ ക്ലാസ് കാണുന്ന 1ാം ക്ലാസ്സുകാരനെ ക്ലാസ് മുറി തട്ടിക്കൊണ്ടുപോയി. ആരും കാണാതെ അതിവേഗം പറന്ന് പതിയെ 2ാം ക്ലാസ്സിനടുത്ത് ചെന്നിരുന്നു. ആരും കാണാതെ അതിവേഗം പറന്ന് പതിയെ 2ാം ക്ലാസ്സിനടുത്ത് ചെന്നിരുന്നു. എന്നിട്ട് ഉച്ചത്തിൽ പഠിപ്പിച്ചു തുടങ്ങി കാത്തിരിപ്പ് സമം കാരാഗ്രഹം. എന്നിട്ട്
ഉച്ചത്തിൽ പഠിപ്പിച്ചു തുടങ്ങി കാത്തിരിപ്പ് സമം കാരാഗ്രഹം. ഒരിക്കൽ കൂടി എല്ലാ മത്സരാർത്ഥികൾക്കും വിജയികൾക്കും രക്ഷിതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും എല്ലാമുള്ള ആശംസയും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കൊക്കല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഓൺലൈൻ കലോത്സവമായ മേളം 2020 സമാപന വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടരായ വ്യക്തികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, കേരളത്തിന്റെ ബാലകലോത്സവം ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവങ്ങളിൽ ഒന്നാണ്. 1957 കേരളത്തിലെ ബാലകലോത്സവം ആരംഭിച്ചു എറണാകുളത്ത് വെച്ച്. 1958 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ബാലകലോത്സവം, രണ്ടാമത്തെ ബാലകലോത്സവത്തിൽ അതിന്റെ വിന്നേഴ്സ് ലിസ്റ്റിൽ ശാസ്ത്രീയ സംഗീതത്തിൽ 1ാം സ്ഥാനം നേടിയ ഏതോ ഒരു യേശുദാസിന്റെയും മൃദംഗവാദനത്തിൽ 1ാം സ്ഥാനം നേടിയ ഏതോ ഒരു ജയചന്ദ്രന്റെയും ഒക്കെ പേര് കാണാം. പക്ഷെ ആ ഏതോ ഒരു യേശുദാസും ഏതോ ഒരു ജയചന്ദ്രനും ഒക്കെ തന്നെ കേരളത്തിലെ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഗായകരായി എന്നുള്ളതാണ് നമ്മുടെ ചരിത്രം. നിർഭാഗ്യവശാൽ ഈ വർഷത്തെ കലോത്സവം COVID-19 പാൻഡമിക്കിന്റെ പ്രശ്നങ്ങൾ മൂലം നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് നടത്തുന്നത്. ഏതാണ്ട് 500ഓളം പ്രതിഭകൾ ഈ കലോത്സവത്തിൽ മാറ്റിവരച്ചിട്ടുണ്ട്. ഇതിന്റെ സമാപന വേദിയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ PK ഗോപിയാണ്. സന്തോഷപൂർവ്വം അദ്ദേഹത്തിന് കലോത്സവത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ വിശിഷ്ട വ്യക്തിയായി, മുഖ്യാതിഥിയായി പങ്കെടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട കവിയും പ്രഭാഷകനും ആയ പ്രൊഫസർ കൽപ്പറ്റ നാരായണ മാസ്റ്ററാണ്. അദ്ദേഹത്തിനും കലോത്സവ വേദിയുടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത് നമ്മുടെ PTAയുടെ വൈസ് പ്രസിഡന്റായ ശ്രീ ഗംഗാധരൻ കിടാവാണ്. അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ചടങ്ങിൽ ആശംസകൾ രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച ശ്രീ CV ബഷീർ PTA എക്സിക്യൂട്ടീവ് അംഗമാണ്. അതുപോലെ ഡെപ്യൂട്ടി HM ശ്രീമതി പുഷ്പ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീ KK ഇസ്മായിൽ, അധ്യാപക പ്രതിനിധികളായി സംസാരിച്ച ശ്രീ KK അഷറഫ്, M റംഷാദ് മാസ്റ്റർ, ശ്രീ C സത്യൻ മാസ്റ്റർ, ഇവർക്കൊക്കെ ഔപചാരികമായി കലോത്സവ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. സർവോപരി ഈ കലോത്സവ വേദിയിൽ തിളങ്ങി നിന്ന 500ഓളം കലാപ്രതിഭകൾ, അതുപോലെ ഈ പരിപാടി കണ്ടാസ്വദിക്കുന്ന നമ്മുടെ സ്കൂളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ, എല്ലാവർക്കും കലോത്സവ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.